അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് മുടിക്ക് കളർ ചെയ്യുക എന്നുള്ളത്. അധികം ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയില്ല, ഇതിന്റെ ഗൗരവം എന്താണ് എന്നുള്ളത്. അത്തരത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പറഞ്ഞ ഒരു വ്യക്തിയാണ് നമുക്കറിയാം തൊപ്പി എന്ന് വിളിക്കുന്ന നിഹാദ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും എല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് നിഹാദ്. പക്ഷെ ആ ചെറുപ്പക്കാരൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതൊക്കെ നമ്മളെല്ലാവരും കാണുകയും നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുകയും ചെയ്തായിരുന്നു. എന്നാൽ ഈയിടെ അടുത്ത് ഈ ചെറുപ്പക്കാരൻ അഥവാ തൊപ്പി എന്ന് വിളിക്കുന്ന നിഹാദ് ഒരു ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കുകയാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടിയായിരുന്നു. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല നമ്മളെല്ലാവരും ആ മറുപടിക്ക് ഒരു ഉത്തരമെന്നോളം ഉസ്താദ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി കേൾക്കാം. നിസ്കാരം ശരിയാവില്ല, തൊപ്പി ബ്ലാക്ക് മതി പോടാ പോട്ടെ. ആരാ പറഞ്ഞ നിസ്കാരം ശരിയാവില്ല? മുടിക്ക് അതായത് സ്കിന്നിനെ മോനെ ഇതിന്റെ ഒന്നും ഇതറിയില്ലല്ലേ, വിധി അറിയില്ലല്ലേ? തലക്ക് കളർ അടിച്ചാ എങ്ങനെ നിസ്കാരം ഒരു ചെറിയൊരു അബദ്ധം ആ സഹോദരനെ പറ്റിപ്പോയി. ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, അതായത് മുടിക്ക് കളർ അടിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല എന്ന് ആരാണ് പറഞ്ഞത്? അത് ഡാറ്റു അടിച്ചാലേ കുഴപ്പമുള്ളൂ എന്നാണ് നിഹാദ് പ്രതികരിച്ചത്. ആ ചെറുപ്പക്കാരന്റെ ആ ഒരു സംഭാഷണം നമുക്ക് മനസ്സിലാകുന്നു. അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, പലരുടെയും ചിന്ത അതാണ്. അദ്ദേഹം അറിവില്ലാതെ പറഞ്ഞതാണ്. നിഹാദ് ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് പറഞ്ഞതാണ്. അധികം ആൾക്കാരും ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ പോകുന്ന പള്ളികളിൽ, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേര് കളറടിച്ചിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കളറടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ നിയാസ് ജൗഹരി ഉസ്താദ് ആ ചെറുപ്പക്കാരന് കൊടുക്കുന്ന മറുപടി എന്നാണ് നമുക്ക്. ചിലപ്പോൾ അവരുടെ വുളൂ, അവരുടെ കുളി, അവരുടെ മയ്യത്ത് പരിപാലനത്തിന്റെ മയ്യത്തിന്റെ കുളി അടക്കമുള്ള പല വിഷയങ്ങളിലും അവർ ചിലപ്പോൾ തെറ്റായ രൂപത്തിൽ തീരുമാനമെടുക്കും. ഒരു തലമുറക്ക് ചിലപ്പോൾ അതുകൊണ്ട് നാശം സംഭവിക്കാം. അതുകൊണ്ട് മാത്രം ഒന്ന് തിരുത്തുക മാത്രമാണ് ലക്ഷ്യം. വുളൂഇന്റെ ശറത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ വുളൂഇന്റെ ഫർളിൽപ്പെട്ടതാണ് തലതടകൽ. അതായത് നിർബന്ധമായ വിഷയമാണ്. ആരെങ്കിലും ഡൈ ചെയ്യൽ കൊണ്ടോ അതല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിൽ കളർ ചെയ്യൽ കൊണ്ടോ മുടിയിലേക്ക് വെള്ളം എത്താത്ത രൂപത്തിൽ അതിനെ തടഞ്ഞാൽ അദ്ദേഹത്തിന്റെ വുളൂ ശരിയാവുകയില്ല. അദ്ദേഹം നാളെ ജനാബത്തായി വലിയ അശുദ്ധിക്കാരനായാൽ അദ്ദേഹത്തിന്റെ കുളി ശരിയാവുകയില്ല. നാളെ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളി പോലും ശരിയാകാത്ത അവസ്ഥയിലേക്ക് മാറും. ഇന്നത്തെ ഒരുപാട് പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാർ തലമുടി നരയ്ക്കുന്നതിന്റെ പേരിൽ കളർ ചെയ്യലുണ്ട്, ഡൈ ചെയ്യലുണ്ട്. അവർ പ്രത്യേകമായി മനസ്സിലാക്കണം, കാലഘട്ടം മോഡേൺ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം പേർ ഒരു മടിയുമില്ലാതെ തലമുടിയും മീശയും എല്ലാം കറുപ്പിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്ത് കുളി പോലും ശരിയായിട്ടില്ല എന്ന സത്യത്തെ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വിശാലമായിട്ടുള്ള കാര്യമാണ്. 5 നേരം നിസ്കരിക്കുന്നവർ അവിടെ നിസ്കാരം ശരിയാവുകയില്ല. അവർ നാളെ ഖുർആൻ എടുക്കുന്നു, ആ എടുക്കുന്നതിൽ വുളൂ ഇല്ല. വുളൂ ശരിയാകാത്തത് കൊണ്ട് ആ ഖുർആൻ എടുക്കൽ പോലും കുറ്റകരമായി മാറുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ തൊപ്പിക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യമല്ല, പൊതു സമൂഹത്തിന് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പ്രിയമുള്ള തൊപ്പി എന്ന സഹോദര, നിങ്ങൾ പറഞ്ഞതിന്റെ തിരുത്താണ് ഞാൻ പറഞ്ഞത്. കളർ ചെയ്യൽ കൊണ്ട് വെള്ളം ചേർന്നില്ലെങ്കിൽ ഒരിക്കലും വുളൂ ശരിയാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കണ്ട വീഡിയോ, ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ, തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇസ്ലാമിക വിഷയത്തിൽ വുളൂവിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് വളരെ മനോഹരമായി മഹാനായ ഉസ്താദ് അവർകൾ ജൗഹരി, നിയാസ് ജൗഹരി ഉസ്താദ് അവർ ആ ചെറുപ്പക്കാരനെ തിരുത്തി കൊടുക്കുകയാണ്. കാരണം നമുക്കറിയാം, മുടിയിൽ കളർ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന് നിഷിദ്ധമായ ഒരു കാര്യമാണ്. ചിലർ പല കളർ ഉപയോഗിച്ചുകൊണ്ട് മുടി കറുപ്പിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വുളൂ ശരിയാകാതെ വരുന്നുണ്ട്. അത്തരത്തിൽ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം നിഹാദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. എന്നാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മൈലാഞ്ചി ഉപയോഗിച്ച് നമ്മുടെ മുടിയിൽ കളർ ചെയ്യാം. അത്തരത്തിൽ അതിനെക്കുറിച്ച് വലിയ
അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം നിഹാദ് തെറ്റായി ഇവിടെ ഇങ്ങനെ പറഞ്ഞു. എന്നിരുന്നാലും ഉസ്താദ് പ്രതികരിച്ച ആ വീഡിയോയ്ക്കെതിരെ നിഹാദ് വീണ്ടും ഒരു വീഡിയോ ചെയ്തു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത്. ആ നിഹാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നല്ല ഒരു പയ്യനാണെന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹം ഈ ഉസ്താദ് ഈ നിഹാദിനെ തിരുത്തി കൊടുത്തപ്പോൾ ആ നിഹാദ് വേറെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അദ്ദേഹം അതിൽ ഉസ്താദ് എനിക്ക് അറിവില്ലാതെയാണ് ഞാൻ പറഞ്ഞത്, സോറി എന്ന് പറയുന്നതായി നമ്മൾ കണ്ടു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ ഒരു വീഡിയോ നമ്മൾ ഇറക്കിയത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അധികം ആൾക്കാരും മുടിയിൽ കളർ ചെയ്തുകൊണ്ടിട്ടാണ് അധികം ആൾക്കാർ നടക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മൈലാഞ്ചി പോലുള്ളത് അത് നമുക്ക് കുഴപ്പമില്ല. നമുക്കറിവില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ, ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ പിന്മാറുക. അത് തെറ്റാണെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറുക. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മാത്രമല്ല പരലോകവും അവനുണ്ട്. അവൻ രണ്ട് ലോകത്തും അവന് വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളൊക്കെ ശരിയാകണമെങ്കിൽ വുളൂ ശരിയാകേണ്ടതുണ്ട്. അപ്പൊ അതിന് അത്യാവശ്യമായ കാര്യമാണ് ഈ മേൽപ്പറയപ്പെട്ട നിഹാസ് ജൗഹരി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കുക. കഴിവിന്റെ പരമാവധി എന്നല്ല, പൂർണ്ണമായി നിങ്ങൾ കളറുകൾ മുടിയിൽ അടിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കുക. അത് നമ്മുടെ വുളൂ സഹിയാകാൻ ഒരു കാരണമാണ്. നമ്മൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി